ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലൻഡിങ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ വൈസ് വെയിറ്റേജ്, ഓരോ ചാപ്റ്റേഴ്സിന് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ അതിന് മുന്നായിട്ട് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നിട്ട് എന്റെ ലൈവിൽ ചോദിക്കുകയാണ്, സാറേ ഒരു മാസം കൊണ്ട് എനിക്ക് പഠിക്കാൻ സാധിക്കുമോ, എനിക്ക് ജയിക്കാൻ കഴിയുമോ എന്നാണ് കുട്ടി ചോദിച്ചത്. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കവിതയായിട്ട് ഞാൻ പറയുകയാണ്, പിന്നിലാവുന്നതല്ല പരാജയം, മറിച്ച് മുന്നേറാൻ ശ്രമിക്കാത്തതാണ് പരാജയം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാനിത് കവിത വായിക്കാറില്ല, ഒരു റീൽ കണ്ടൊരു കവിതയാണോ. അപ്പൊ എന്ത് ആയിക്കോട്ടെ, അപ്പം ഒരു മാസം കൊണ്ട് പഠിക്കാൻ സാധിക്കുമോ എന്നാണ് കുട്ടി ചോദിച്ചത്. ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ മക്കളെ? നിങ്ങൾ തന്നെ മക്കളെ പഠിക്കാൻ പറ്റുമോ? ചിലർ പറയും പഠിക്കാൻ പറ്റത്തില്ല സാറേ, ഇത്രയും സബ്ജക്റ്റുകൾ ഇല്ലേ, ഒക്കെ പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ടല്ലേ. മക്കളെ എന്ത് ആയിക്കോട്ടെ, ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നു അല്ലേ. കാരണം നമുക്ക് മനസ്സെന്ന് പറയിട്ട് ഉണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിരിക്കും. അതായത് ഒരു മാസം നിങ്ങളാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക. അതായത് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാതെ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുകയല്ല, ജസ്റ്റ് എവിടെങ്കിലൊക്കെ റിസോഴ്സ് ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ടങ്ങ് പഠിക്കുക. അതായത് ചിലപ്പോൾ എന്താണ് എൻജോയ്മെന്റ്സ് കുറച്ച് കുറയും. അതായത് TV കാണുന്നതും ചിലപ്പോൾ സിനിമ കാണുന്നതൊക്കെ ചിലപ്പോൾ എൻജോയ്മെന്റ്സ് കുറയും. കാരണം ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. കാരണം വെറുതെ ഉള്ള സമയങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ സിനിമയും കാര്യങ്ങളും കാണുന്നത്. ആ സമയങ്ങളൊക്കെ എന്താണ് മക്കളെ, അതൊക്കെ മാക്സിമം പഠിത്തത്തിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വരും. അപ്പൊ എന്ത് ചെയ്യടാ, ആ ടൈം ഒക്കെ മാക്സിമം യൂസ് ചെയ്തിട്ട് മക്കളെ നിങ്ങൾ ഈ ഒരു മാസം കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും. ചിലപ്പോൾ ആവറേജ് ആയിരിക്കാം, ചിലപ്പോൾ ബിലോ ആവറേജ് ആയിരിക്കാം, ചിലപ്പോൾ എന്താ മക്കളെ ഫുൾ മാർക്ക് ആയിരിക്കാം. എന്തും ആയിക്കോട്ടെ ആ റിസൾട്ട് കിട്ടും. ചിലപ്പോൾ ഒരു ആവറേജ് മാർക്ക് ആയിക്കോട്ടെ. ഈ ആവറേജ് മാർക്ക് ആണെങ്കിലും +1 ആണ്, നിങ്ങൾ ഇനി +2 കയറുകയാണ്. അപ്പോൾ ഇനി +1 നിങ്ങൾക്ക് ആവറേജ് മാർക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇത്ര മാർക്ക് കിട്ടി എങ്കിൽ അടുത്ത ഇയർ ഫുള്ള് ഞാൻ കഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് എന്താ മക്കളെ നല്ല സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു മൈൻഡിങ് വരും അല്ലെ. അതുകൊണ്ട് മക്കളെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ടൈം ഒരിക്കലും പാഴാക്കാതെ സെറ്റായിട്ട് പഠിക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. യെസ്, അപ്പം അതുകൊണ്ട് മാക്സിമം മക്കളെ ഒരു മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ജസ്റ്റ് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മാസമല്ല, ഒരു മാസം നമുക്ക് എല്ലാ സമയം തന്നെയാണ്. സോ ഒരു മാസം ആയിക്കോട്ടെ, ഒരു മണിക്കൂർ ആയിക്കോട്ടെ, ആ ഒരു മണിക്കൂർ നമ്മൾ യൂസ് ചെയ്ത് പഠിക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കെ, ഞാൻ ചാപ്റ്റർ വൈസ് വെയിറ്റിലോട്ട് പോവാണ്. യെസ്, ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. അറിയാം, ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ് അല്ലെ, ഒരു വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയും അല്ലെ. അപ്പൊ അത്തരത്തിൽ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എത്ര മാർക്കാണ് മക്കളെ? കുഞ്ഞു ചാപ്റ്റർ ഉണ്ട്, 3 മാർക്കുകൾ. 3 മാർക്ക് കേട്ടോ. 3 മാർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ചാപ്റ്റർ വൈസ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ചാപ്റ്ററിന് എന്താ മക്കളെ ഇത്ര ശ്രദ്ധ കൊടുക്കണം, ഇത്ര ശ്രദ്ധ കൊടുക്കേണ്ട എന്നൊന്നും അല്ല. കാരണം എന്ന് പറയാം, എല്ലാ ചാപ്റ്ററും ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കണം. കാരണം ഏത് ചാപ്റ്ററിനാണ് ക്വസ്റ്റ്യൻ ടഫ് ആണെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ നെക്സ്റ്റ് ചാപ്റ്റർ പറയുന്നത് ഡേറ്റ റെപ്രസെന്റേഷൻ ബൂളിയൻ ആൾജിബ്ര. കാരണം ഇതിന് 11 മാർക്കാണ്. എന്തുകൊണ്ട് ഇതിനകത്ത് 11 മാർക്ക് വന്നു? കാരണം ഇതിനകത്ത് 2 സെക്ഷൻസ് ഉണ്ട്, നമ്പർ സിസ്റ്റവും ബൂളിയൻ ആൾജിബ്രയും. അതുകൊണ്ട് ഈ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ബൂളിയൻ ആൾജിബ്രയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് 11 മാർക്ക്. 2 ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് വന്നിരിക്കും കേട്ടോ. അപ്പൊ അത് 11 മാർക്കാണ്. നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എത്ര മാർക്കാണ്? 10 മാർക്ക് അല്ലെ. 10 മാർക്കാണ്. അത് കുറച്ച് തിയറിയാണ്, ആ തിയറി പഠിച്ചിരിക്കേണ്ടതാണ്. സോ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് എടുക്കാം പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഓക്കെ, 6 മാർക്ക്. ഫ്ലോ ചാർട്ട് വരയ്ക്കുക, അൽഗോരിതം ചെയ്യുക. അത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മിക്കവാറും 5 മാർക്കിന് സെക്ഷന് കണ്ടുവരാറുണ്ട് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവിംഗിന്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ് 5 മാർക്ക് ഉണ്ട് കേട്ടോ. 5 മാർക്ക്. കാരണം ഒറ്റ ടോപ്പിക് അല്ലാത്തുള്ള അത് ടോക്കൺ മാത്രമേ ഉള്ളൂ. ടോക്കൺസിൽ നിന്ന് നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കണ്ടുവരാം, ഈ ചാപ്റ്ററിൽ കണ്ടുവരും കേട്ടോ. നെക്സ്റ്റ് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റ്സ്. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. അതായത് പ്രോഗ്രാമിംഗ് തുടങ്ങുന്ന ഒരു ചാപ്റ്റർ ആണ്. ഡേറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്, ടൈപ്പ് കൺവേർഷൻ, അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തിയറിയും പ്രാക്ടിക്കലും എല്ലാം പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. 9th ചാപ്റ്റർ അല്ലെ. 9th ചാപ്റ്റർ. നെക്സ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ മക്കളെ 11 മാർക്കിനാണ്. 11 മാർക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെ മക്കളെ? ഇതിന്റെ എല്ലാത്തിന്റെ സിന്റാക്സുകൾ മക്കളെ ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ സിന്റാക്സ് പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയില്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് എൽസിന്റെ സിന്റാക്സ്, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്, എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. അപ്പോൾ അതിന്റെ വർക്കിംഗ് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ഇതായിരിക്കും എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. മക്കളെ അതിന്റെ സിന്റാക്സും എക്സാമ്പിളും വർക്കിംഗും പഠിക്കാതെ പോകല്. കാരണം ആ ചാപ്റ്ററിൽ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. സോ എന്ത് ചെയ്യും മക്കളെ, അത് പിന്നെ ബ്രേക്ക് കണ്ടിന്യൂ, അതിന്റെ ഒക്കെ എല്ലാ പ്രോഗ്രാം കോഡും സാറ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ അതെല്ലാം പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കളയില്ല. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് പറയാണ് അറേസ്. കുഞ്ഞു ചാപ്റ്റർ ഒന്നും അല്ല. കാരണം അതിനകത്ത് ചോദിക്കുന്ന അൽഗോരിതംസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്താണ് സെലക്ഷൻ സോർട്ട്, ബൈനറി എന്താണ് ബബിൾ സോർട്ട്, ബൈനറി സെർച്ച്, ലീനിയർ സെർച്ച്, അൽഗോരിതംസ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ബേസിക് ഐഡിയാസ് ഓഫ് അറേസ്, മൾട്ടി ഡയമെൻഷണൽ അറേസിന്റെ പ്രോഗ്രാംസ് സാർ ടോപ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. 4 മാർക്കിനായിരിക്കും വരുന്നത് കേട്ടോ. 4 മാർക്കിന്
അതുകൊണ്ട് 4 മാർക്കായിട്ട് തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ചിലപ്പോൾ വരാം, വരാതിരിക്കാം, കോഡ് സെഗ്മെന്റ് വരും കേട്ടോ. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫംഗ്ഷൻ, കാരണം കുഞ്ഞൊരു ചാപ്റ്റർ ആണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാർക്കേ ചോദിക്കത്തുള്ളൂ. 3 മാർക്കിനുള്ളിട്ട് 3 മാർക്ക്. എന്താണ് സ്ട്രിംഗ്, അതിന്റെ മെമ്മറി അലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് സ്ട്രീം ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. അതൊക്കെ ചോദിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, വേണമെങ്കിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. അതും ടോപ്പ് ലെവൽ അഥവാ ടോപ്പർ സീരീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം ഫംഗ്ഷൻസ് വരുമ്പോൾ നമ്മളെ 4 മാർക്കാണ്. എന്താണ് ഫംഗ്ഷൻ? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന്റെ കുറെ പരിപാടി നമ്മൾ യൂട്യൂബിൽ ലൈവായിട്ട് വന്നതല്ലേ, അത് പഠിച്ച മക്കളെ ആ കോൺസെപ്റ്റുകളെല്ലാം വൃത്തിയായിട്ട് തന്നെ പഠിച്ചു പോയിക്കോ. ആ ലൈവ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, ആ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും ആ ചാപ്റ്ററിൽ നിന്ന്. സോ നിങ്ങൾ ഒരിക്കലും ലൈവ് മിസ്സാക്കില്ല. അത് വീണ്ടും പോയി കണ്ടോ, ഇപ്പം പോയി കണ്ടോ, കാരണം ഫംഗ്ഷൻ ലൈവ് ഉണ്ട്, ഇപ്പം കിടപ്പുണ്ട്, അവിടെ പോയി കണ്ടോളാം. നെക്സ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് 6 മാർക്ക്. കുറച്ച് വേസ്റ്റ് ചാപ്റ്റർ ആണ് മക്കളെ. അതായത് എന്തൊരു കുറച്ച് തിയറി കൂടുതലുള്ള ഒരു ക്രിഞ്ച് ഐറ്റം ആണ് മക്കളെ എന്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലേ. ടോപ്പോളജി എന്താണ്, നെറ്റ്വർക്ക് ഡിവൈസസും കാര്യങ്ങളും പറയുന്നുണ്ട്. ടോപ്പോളജി എന്നാൽ ഈ പറഞ്ഞ എന്താണ് പ്രോട്ടോകോൾസ് പറയുന്നുണ്ട്. ഓക്കെ, URL അങ്ങനെ കുറെ ഐഡിയാസ് ഒക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ ഇന്റർനെറ്റ് ഒരു ടോപ്പിക്കാണ്, മൊബൈൽ കമ്പ്യൂട്ടിംഗ് രണ്ട് ടോപ്പിക് അല്ലേ. അപ്പൊ 2 പാർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ മെജോറിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിന്നാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇന്റർനെറ്റിൽ നിന്നാണ്. മൊബൈൽ കമ്പ്യൂട്ടിംഗിന് ആകെ ഒരു തുച്ഛമായിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് വന്നിട്ടോ. പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള മക്കളെ ഇന്റർനെറ്റിൽ നിന്നാട്ടോ. അതുകൊണ്ട് ഇന്റർനെറ്റ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് 6 മാർക്കാണ്. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്താണ് എല്ലാ ലൈവ്സുകളും ഒരു ലൈവ്സുകളും മിസ്സാക്കല്. ടോപ്പർ സീരീസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക, കാരണം അത്രയും കഷ്ടപ്പെട്ട് ഇട്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരിക്കലും മിസ്സാക്കല്. അപ്പം എല്ലാവരും നിങ്ങളുടെ ഏറ്റവും വാല്യുബിൾ ഫീഡ്ബാക്കും കാര്യങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ.